കുട്ടി പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായോ? ഉറക്കം വരുന്നുണ്ടെന്നാണ് കേട്ടോ. ഓണം വെക്കേഷനൊക്കെ കഴിഞ്ഞതല്ലേ, ഇതൊക്കെ ഉണ്ടാവും, സ്വാഭാവികം. പൊരിച്ച മുട്ടയൊക്കെ കൂട്ടി ഞാൻ പൊതിച്ചോറ് കെട്ടുന്നത് ലാലോടിന് വേണ്ടിയിട്ടാണ്. ലാലോടിന് ഇന്ന് കോഴിക്കോടേക്ക് പോവുകയാണ്. അപ്പോൾ ഒരു പൊതിച്ചോറ് കെട്ടിക്കോന്ന് പറഞ്ഞ് അങ്ങനെ ഉള്ള വിഭവങ്ങൾ വെച്ചിട്ട് ഞാൻ കുശാലായിട്ട് ഒരു പൊതിച്ചോറ് അങ്ങോട്ട് കെട്ടി. അതിനുശേഷം ഞാൻ ചായ കുടിക്കാനിരുന്നു. ഇന്ന് വെള്ളാപ്പവും മുട്ട റോസ്റ്റും ആയിരുന്നു ചായക്ക്. പൂക്കാലം വരവായി, മാളൂട്ടി, പ്രിയം, ഈ സിനിമകളൊക്കെ ടി വിയിൽ ഓടാൻ തുടങ്ങിയിട്ട് കുറച്ച് ദിവസങ്ങളായി. ഇതിലെ ഓരോ സീനുകളും ഞങ്ങൾക്കിപ്പോൾ ഓരോരുത്തർക്കും ബൈഹാർട്ടാണ്. കുട്ടിയുടെ മുഖത്ത് സന്തോഷം കണ്ടില്ലേ? അപ്പോൾ ഓപ്പറേഷൻ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനിടയിൽ ഞാൻ എൻ്റെ പണികൾ ഇങ്ങനെ തീർത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ലാലോടിനും പോവാൻ നോക്കുന്നതാണ്. അപ്പോൾ പോകുന്നതിനിടയിൽ ലാലോടിന് എന്നോട് പറഞ്ഞ് എൻ്റെ ചെരുപ്പ് പൊട്ടി, പുതിയതൊന്ന് വാങ്ങണം. അപ്പോൾ ചിരിച്ചുകൊണ്ടാണ് അത് പറയുന്നത്, വേറൊന്നും കൊണ്ടല്ല. ലാലോടിന്റെ ചെരുപ്പ് പൊട്ടുമ്പോൾ എൻ്റെയും സ്വാഭാവികമായിട്ട് അങ്ങ് പൊട്ടും, അത്രയേ ഉള്ളൂ. അപ്പോൾ ടാറ്റയൊക്കെ പറഞ്ഞ് ലാലോട്ടം പോയി. അതിനുശേഷം ഞാനും ബസ്സും കുളിക്കാൻ പോയി. ബസ് പിന്നെ കുളിക്കുമ്പോൾ ഓപ്പൺ ബാത്താണ് സെലക്ട് ചെയ്യാറ്. അത് പിന്നെ ഓപ്പൺ ബാത്താണ് കുട്ടിക്ക് നല്ലത്. അതിനുശേഷം ഞങ്ങൾ റൂമിലെത്തിക്കഴിഞ്ഞാലുള്ള മല്ലയുദ്ധങ്ങളാണ് നിങ്ങളീ കാണുന്നത്. ഇതൊക്കെയാണ് രാവിലത്തെ കാഴ്ചകൾ. പുതിയ വ്യൂവേഴ്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ബൈ.